ഹായ്, തൃശ്ശൂർ ജില്ലയിൽ തന്നെ വീണ്ടും ഇരിങ്ങാലക്കുട ടൗണിൽ നിന്ന് ഏകദേശം കഷ്ടി 1 കിലോമീറ്റർ മാത്രമുള്ള സ്ഥലത്ത് 1300 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് കേട്ടോ അത്. ഫ്രണ്ടേജ് നല്ല വൈഡായിട്ട്, അതേപോലെ തന്നെ വലിയ സിറ്റ് ഔട്ട്, വലിയ ബെഡ്റൂം, അതിനനുസരിച്ച് നല്ല അടിപൊളി ജനലുകൾ എല്ലാതും ഇവിടെ ഉൾപ്പെടുത്തി, ഷോവാളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അടിപൊളിയൊരു വീട്. നേരത്തെ പറഞ്ഞ പോലെ ഷോവാളൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി ഷോവാൾ. ഇത് കരിങ്കലിൻ്റെ ബേസ്മെൻ്റ് ആണ്. പക്ഷെ നമ്മൾ ഷോവാൾ ഇടുമ്പോൾ അടിയിൽ നിന്ന് തന്നെ ഒരു ബേസ് കൊടുത്തിട്ട് അതിൽ കേട്ടോ കോൺക്രീറ്റ് ചെയ്തിട്ട് വരുന്നത്. സാധാരണ നമ്മൾ ചിലന്തി നമ്മളെ ചുമരമ്പിലേക്ക് കണക്ട് ചെയ്യണത്. ജനൽ ഒരു വെറൈറ്റിയാണ്. നമ്മൾ ഇവൻ്റെ അവിടെ ചെയ്ത പോലെ, ലിഫോൻ്റെ അവിടെ ചെയ്ത പോലെ ഇതിൽ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും കാണാം. ആകെയുള്ളൊരു പ്രശ്നം, ഭാവിയിൽ പെയിൻ്റ് അടിക്കുമ്പോൾ ഗ്ലാസിൻ്റെ ഇടയിൽ ആവാണ്ട് നോക്കണം. ഇതിൻ്റെയും എലിവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഷോവാളുകളും ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സിറ്റ് ഔട്ട് എത്രയാണോ ഹാളിൻ്റെ ഒരു സ്പേസ്, അത്രയും സ്പേസ് നമ്മൾ ഈ സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഫ്രഞ്ച് വിൻഡോ, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ തിക്നെസ്സിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് അമ്മ കയറി വന്നാലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അമ്മൂന് കയറണമെങ്കിൽ ഇത്തിരി റിസ്ക്കാണ്, കാരണം തറ ഒരുപാട് ഹൈറ്റിലാണ് കിടക്കണത്. ഫ്രണ്ടേജ് കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ വണ്ടിയൊന്നും തിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവിടെ ചളിയാണ്. അപ്പോൾ എന്താ ഇതിങ്ങനെ കിടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ്മെൻറ്റ് ഓൾറെഡി ഹൈറ്റിൽ ഇട്ടിരിക്കുകയാണ്. ശരിക്കും ഇപ്പോൾ ആ മണ്ണ് കിടക്കണില്ലേ അമ്മ, അത്രയും മിറ്റൻ ലെവലാവാനുള്ളതാണ്. അപ്പോഴാണ് ഈ ബേസ്മെൻറ്റ് 2 സ്റ്റെപ്പിൽ നമ്മൾക്ക് ഇത് പൊള്ളിക്കാൻ പറ്റുക. പിന്നെ ഇപ്പോൾ എല്ലാ ആൾക്കാരും സ്റ്റീൽ വിൻഡോ, അതായത് വിൻഡോ എന്ന് പറയണത് റെഡിമെയ്ഡ് ഡോറാണ് വെക്കണത്. അപ്പോൾ ഇതും 6 ഇഞ്ച് തിക്നെസ്സിലുള്ള ഡോറാണ് വെക്കുക. പക്ഷെ നമ്മൾ ഇവിടെ വന്നോക്കെ 6 ഇഞ്ച് തിക്നെസ്സിലുള്ള ഡോറ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ജനൽ എന്ത് കാട്ടി, ഇത്രയും വലിയൊരു ഏരിയ ആയത് കൊണ്ട് ഇത് ഒരു വലിയ ചുമരല്ലേ വരുന്നത്. സാധാരണ നമ്മൾ ചെറിയ ചുമരൊക്കെ ആണെങ്കിൽ അവിടെ കട്ടിങ് ഇട്ട് കൊടുക്കാറാണ് പതിവ്. പക്ഷെ ഇത് ഫുൾ ചുമരും നമ്മൾ ആ 6 ഇഞ്ച് തന്നെ ചെയ്തു. അതും കൂടാണ്ട് പ്ലാസ്റ്ററിങ് തിക്നെസ്സിന് വേണ്ടിയിട്ട് ഈ ജനൽ ഫുള്ള് ചെയ്തിരിക്കുന്നത് 7 ഇഞ്ചിലാണ്. അപ്പോൾ നോക്കിയൊക്കെ, അതായത് ഇതിൻ്റെ വീതി വരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ നമ്മളോട് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ ചോദിക്കും ഞങ്ങളെ ജനലിൻ്റെ പ്രൈസ് എത്രയാണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ തന്നിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ അറിയാം ഇത്രയും പോകുന്നൊരു ജനലിന് എത്ര റേറ്റ് വരും എന്നുള്ളത്. ഹാള് നല്ല അടിപൊളി അല്ലേ, സ്പേസ് ഇല്ലയെന്ന് ഒരിക്കലും പറയില്ല. വിശാലമായിട്ട് എങ്ങനെ കോർണർ സെറ്റ് എന്തിട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവിടെ തന്നെ വലിയൊരു, അതായത് കിച്ചണും എല്ലാം ഓപ്പണായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഇത്രയും സ്പേസ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചുമര് 8 ഇഞ്ചിൻ്റെ ചുമരാക്കിയിട്ടുണ്ട്. കാരണം ഇത്രയും വലിയ ഹാളല്ലേ വരുന്നത്, വേറെ സപ്പോർട്ടുകളും കാര്യങ്ങളൊന്നുമില്ല, ഇവിടെ ഓപ്പണാണ് വരുന്നത്. അതുകൊണ്ട് അത് നമ്മൾ 8 ഇഞ്ചിലാണ് ആക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റെയർ കേസും തന്നെ പ്ലാനത്തെ പോലെയല്ല, നമ്മളിവിടെ ഇങ്ങനെ ഒരു ഫുൾ ലാൻഡിങ് കൊടുത്തിട്ട് ചെയ്യാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫുൾ ലാൻഡിങ് കൊടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ഈ അടിയിലത്തെ ഈ ഒരു സ്പേസ് ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് തല തട്ടാത്തൊരു രീതിയിൽ വേണം. ആസ് പെർ സ്പേസിൽ പറ്റില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ നമ്മളവിടെ കോർണർ സ്റ്റെപ്പ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ രീതിയിൽ ചെയ്യണം. ഇത് 2 ബെഡ്റൂമാണ് താഴത്ത് വരുന്നത് കേട്ടോ. പിന്നെ അപ്സ്റ്റെയറും വരുന്നുണ്ട്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ബാത്റൂം, അതുപോലെ തന്നെ നല്ല വിശാലമായ വലിയൊരു ബെഡ്റൂം ഇവിടെ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലൊരു ബെഡ്റൂമും കൂടിയും വരും അല്ലേ. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ. അല്ല ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് കുറച്ച് സ്പേസ് കൂടുതലുള്ളത്. മിക്കവാറും ഇതായിരിക്കും മാസ്റ്റർ ബെഡ്റൂം. ഇപ്പം ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേർ തീരുമാനിക്കണതാണ് ബെഡ്റൂം. അവരിഷ്ടത്തിനനുസരിച്ചിട്ട് പിന്നെ അച്ഛനമ്മമാരും അതാണ് ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവരാണ് ലാസ്റ്റ് തീരുമാനിക്കേണ്ടത്. മാസ്റ്റർ ബെഡ്റൂം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ ഗൃഹനാഥനും വരും കിടക്കണതല്ലേ. അപ്പോൾ പിള്ളേർ തീരുമാനിച്ചിട്ട് ഏതാണോ കിട്ടണത് അത് ലാസ്റ്റ് അത് മാസ്റ്റർ ബെഡ്റൂം ആക്കാവും നല്ലത്. പിന്നെ കിച്ചൺ ഓപ്പൺ കിച്ചണായിട്ട് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരും. ഈ ഒരു സ്പേസിലും കൂടിയും വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇങ്ങനെ സ്ലാബായിട്ടൊന്ന് നീട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഫാമിലീൻ്റെ ഫുഡിങ് കംപ്ലീറ്റ് ഈ ഒരു കോർണറിൽ ഡൈനിങ് ടേബിളിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഗസ്റ്റ് വരുമ്പോൾ മാത്രം അവിടേക്ക്. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഗൃഹനാഥയ്ക്ക് സുഖമാണ്, എപ്പോഴും ഡൈനിങ് ടേബിളൊക്കെ ക്ലീനായി കടന്നോളും. കാരണം പിള്ളേരോ അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക, ഇവിടുന്ന് തന്നെ എടുത്ത് വാഷ് ചെയ്യുക, ഇവിടെ തന്നെ വെക്കുക അല്ലേ. അങ്ങോട്ട് വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രം പോയാൽ മതി. ഇതിപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് വരയ്ക്കാനുള്ള ഈ ഒരു സ്പേസും കഴിഞ്ഞ് ബാക്കിയുള്ള കബോർഡും റാക്കും വരുന്ന സമയത്ത് സൂപ്പറായിരിക്കും. പിന്നെ ഭാവിയിൽ ഇങ്ങോട്ടൊരു വർക്ക് ഏരിയ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, കാരണം ഇതിൽ വർക്ക് ഏരിയ വരുന്നില്ല ഈ വീട്ടിൽ. അപ്പോൾ ഈ സ്പേസ് ആവുമ്പോൾ
ലാസ്റ്റ് വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗിക്കുക. ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇത് വർക്ക് ഏരിയ ചെയ്യുമ്പോൾ ആ വിഷയം വരുന്നില്ല. അപ്പോൾ ഈ വീടിൻ്റെ ഇന്നും വീഡിയോസ് നമ്മളിതിൻ്റെ മുന്നേ ഒന്നും തൃശ്ശൂരത്തെ 4 വീട് ചെയ്യുന്നുണ്ട് പറയുമ്പോൾ ആൾക്കാർ ചെയ്യും 4 വീട് എന്താ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സമയത്തൊക്കെ നേരം വൈകിട്ട് അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഇടാത്തത്. കാരണം രാത്രി വരുമ്പോൾ എങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റുക. ചില വീടിൻ്റെയൊക്കെ ഞങ്ങൾ അടുത്ത് താമസിക്കുന്ന വീടിൻ്റെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ വരും ചെയ്യും അല്ലേ. ഇങ്ങനത്തെ വീടിൻ്റെ വീഡിയോ വളരെ കമ്മിയായിട്ടാണ് വരുന്നത്. വീഡിയോ കമ്മിയായിട്ട് വരുന്നതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ സൈറ്റുകളിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ രാവിലെ നേരത്തെ ആയിരിക്കും അല്ലെങ്കിൽ രാത്രി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ എല്ലാ ഫുൾ റൗണ്ട് സൺഷെയ്ഡ് കൊടുത്തിട്ടുണ്ടല്ലേ ഇതിന്. പുറം സൈഡിൽ ഇപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ബാക്കി ഈ പറഞ്ഞ പോലെ ഈ ഒരു ഗ്യാപ്പ്, ഇത്ര ഗ്യാപ്പ് ഒരിക്കലും ഉണ്ടായിരിക്കില്ല. ഇവിടെ ഒരു പാർട്ടീഷൻ ഇത് വരുന്നുണ്ട്, കബോർഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ 8 ഇഞ്ച് ആകുമ്പോൾ അതും കൂടി ഇത് പ്ലാസ്റ്ററിങ് കഴിയുമ്പോൾ ഒരു 9 ഇഞ്ച് തിക്നെസ് ഉണ്ടാവും. അപ്പോൾ ആ കബോർഡിനുള്ളൊരു സ്പേസ് അതിൽ കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ ഈ വീടിൻ്റെ അപ്സ്റ്റെയർ എത്ര 2 റൂമല്ലേ അമ്മ? അത് അപ്സ്റ്റെയർ കഴിയണ സമയത്ത് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതേപോലെ ഇതിൻ്റെ അപ്സ്റ്റെയറിൻ്റെ വർക്കുകളൊക്കെ ആ സമയത്ത് ചെയ്യാം. ഓക്കെ. നമ്മളിപ്പോൾ ഈ ഫുൾ സൺഷെയ്ഡൊക്കെ ക്ലൈൻറ്റ് പറയുകയാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ഷോവാളുകളൊക്കെ വരുമ്പോൾ ഷോവാൾ തന്നെ അത്യാവശ്യം ലെങ്ത്ത് വരും, 12-13 അടിയോളം ലെങ്ത്ത് വരും. അപ്പോൾ അങ്ങനെ ഒരു 3-4 ഷോവാൾ വരികയാണെങ്കിൽ അതന്നെ അത്യാവശ്യം ഒരു ഹ്യൂജ് കോൺക്രീറ്റ് നമ്മൾക്ക് ഈ സൺഷെയ്ഡ് ചെയ്യണേക്കാളും അധിക ചിലവ് ഷോവാളുമ്പോൾ തന്നെ വരും. ഈ എലിവേഷൻ്റെ ഡിസൈൻ വർക്കും അതുപോലെ ഫുൾ റൗണ്ടിൽ സൺഷെയ്ഡൊക്കെ വരുമ്പോൾ വർക്കും അതേപോലെ തന്നെ മെറ്റീരിയൽസിന് ഒരുപാട് ചിലവാണ്.